الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقوله تعالى في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله وإقام الصلاة وإيتاء الزكاة يخافون يوما تتقلب فيه القلوب والأبصار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞ് അംഗീകരിച്ച് അനുധാവനം ചെയ്ത് മുസ്ലിമായി മുഅ്മിനായി മുത്തഖിയായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പ്രാർത്ഥിക്കണം, പഠിക്കണം, പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. മാ അഅജബ ഹാദദ്ദീൻ, അള്ളാഹുവിൻ്റെ മതം എന്തൊരു അത്ഭുതമാണ്. വലിയ വലിയ കാര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യനും അവൻ്റെ സൃഷ്ടാവും തമ്മിലുള്ള ചില ആരാധനകളും വിശ്വാസങ്ങളും മാത്രമാണ് മതം എന്ന് മനുഷ്യൻ ധരിക്കുന്നിടത്താണ് ഇസ്ലാം ഒരു മനുഷ്യൻ്റെ മുച്ചൂടമുള്ള സർവ മേഖലകളെയും അവനെ മാർഗദർശനം കൊണ്ട് നേരെയാക്കുന്നതും മാർഗദർശനം കൊണ്ട് അവനെ സുന്ദരനാക്കുന്നതും അവനെ സൽസ്വഭാവിയാക്കുന്നതുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. അള്ളാഹുവിൻ്റെ ദീൻ വലിയ കൗടുംബികമായ രാഷ്ട്രസംബന്ധമായ ആരാധനാപരമായ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു മനുഷ്യന്റെ വളരെ നിസ്സാരം സ്വകാര്യമെന്ന് കാണുന്ന മേഖലകളിൽ പോലും അള്ളാഹുവിൻ്റെ ദീനിന്റെ വെളിച്ചമുണ്ട് എന്നത് എത്ര അത്ഭുതകരമാണ്. ഒരിക്കൽ ഒരു മനുഷ്യൻ സൽമാൻ റളിയല്ലാഹുവിനോട് കളിയാക്കി ചോദിച്ചു. എന്താ കളിയാക്കിയത്? ഒന്ന് തോണ്ടി ചോദിച്ചതാണ്. സൽമാൻ റളിയല്ലാഹു പറയാണ്, ഖാല റജുലുൻ, ഒരു മനുഷ്യൻ, ഇന്നി ലഅറാ സാഹിബക്കും യുഅല്ലിമുക്കും കൈഫ തസ്നഊൻ, ഓ നിങ്ങളെ കൂട്ടുകാരൻ അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെ എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. ഹത്താ ഇന്നഹു ലയുഅല്ലിമുക്കും ഇദാ അതാ അഹദുക്കുമുൽ ഗായത്ത്, ഓ ഒരാള് ബാത്റൂമിക്ക് ടോയ്ലറ്റിക്ക് കയറുകയാണെങ്കിൽ എങ്ങനെയാ കയറേണ്ടിയെന്ന് വരെ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് കളിയാക്കി ചോദിച്ചു. ഖുൽതു, ഞാൻ അവനോട് പറഞ്ഞു, നഅം വലൗ സഖിർത, നീ കളിയാക്കിയതാണെങ്കിൽ പോലും അതെ, ഞങ്ങളുടെ പ്രവാചകൻ എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഏതുവരെ? ഇന്നഹു ലയുഅല്ലിമുനാ കൈഫ യഅതി യഹ്ദുനൽ ഗായത്ത്, എങ്ങനെയാണ് ഒരാൾ മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കേണ്ടതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. വ ഇന്നഹു യൻഹാനാ അൻ യസ്തഖ്ബില അഹദുനൽ ഖിബ്ലത ഔ വ അൻ യസ്തദ്ബിറഹാ, അതേ അവൻ ഖിബ്ലക്ക് നേരെ മുന്നിട്ടുകൊണ്ടോ പിന്നിട്ടുകൊണ്ടോ ഇരിക്കാൻ പാടില്ല. അതേപോലെ തന്നെ വ അൻ യസ്തൻജിയ അഹദുനാ ബിയമീനി, വലത് കൈകൊണ്ട് അവൻ തന്റെ ലൈംഗികാവയവങ്ങളെ ശുദ്ധീകരിക്കാൻ പാടില്ല. വ അൻ യതമസ്സഹ അഹദുനാ ബിറജിഇൻ വലാ അദ്മിൻ
കാഷ്ടത്തിന്റെ അവശിഷ്ടങ്ങളെ കൊണ്ടോ എല്ലുകളെ കൊണ്ടോ ശുദ്ധീകരിക്കാൻ പാടില്ല. 3 എണ്ണത്തിൽ കുറഞ്ഞ കല്ലുകൊണ്ടും ശുദ്ധീകരിക്കാൻ പാടില്ലെന്നവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അത് എത്ര ക്ലിയറാണ്. അപ്പൊ അത്ര പോലും നിസ്സാരമായ കാര്യങ്ങൾ പോലും പഠിപ്പിച്ചത് എന്തിനാ? ലിയകൂനൽ മുസ്ലിം ദു ഖുലുഖിൻ, ഒരു മുസ്ലിം അവൻ സൽസ്വഭാവിയാവാൻ വേണ്ടിയാണ്. ലിയജ്ലബ ഇലൈഹി കുല്ലു മൻ ഹൗല, അവന്റെ ചുറ്റുമുള്ളവർ അവനിലേക്ക് അടുപ്പിക്കപ്പെടാൻ വേണ്ടിയാണ്. അല്ലാ യുഅ്ദി മൻ ഗൈറഹ്, അവന്റെ ചുറ്റുമുള്ളവർ അവനെ കൊണ്ടൊരു ഉപദ്രവം അവന് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. നോക്കുക നിങ്ങൾ, എത്ര സ്വകാര്യമായ ആദാത്തുകളിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു മുസ്ലിം എങ്ങനെയായിരിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെല്ലാവരും എങ്ങനെ എവിടെ ഇരിക്കണം, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ വസ്ത്രം ധരിക്കണം, എങ്ങനെ തുമ്മുമ്പോൾ പോലും എന്ത് ചെയ്യണം, ആവിയിടുമ്പോൾ എന്ത് ചെയ്യണം, ഇതെല്ലാം ഒരു മതത്തിന്റെ ഭാഗമായി, പുണ്യകർമ്മമായി, ആരാധനാപരമായി പഠിപ്പിക്കപ്പെട്ട മതത്തിന്റെ പേരാണ് ഇസ്ലാം. ആ ഇസ്ലാമിനെ എത്ര ഭീകരമായി അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നിടത്തൊക്കെയും ഹൃദയങ്ങൾക്കുള്ളിലേക്ക് ഇസ്ലാമിന്റെ ശുദ്ധരശ്മികൾ കടന്നു വന്നവനെ തടഞ്ഞു വെക്കാൻ അതിന് കഴിയില്ല. കാരണം ഇസ്ലാമിന്റെ അത്രയും സൂക്ഷ്മവും സ്ഥൂലവുമായ കാര്യങ്ങൾ മനുഷ്യപ്രകൃതിയോട് യോജിച്ചു നിൽക്കുന്നതിനെ പകരം വെക്കാൻ പുതിയ തലമുറ എന്നല്ല, പഴയ തലമുറ എന്നല്ല, എവിടെയും മനുഷ്യനില്ല എന്നതാണ് യാഥാർത്ഥ്യം. നോക്കുക നിങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു മനുഷ്യ അതിൽപ്പെട്ടതാണ് തുമ്മുന്നത് എങ്ങനെയായിരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ യുഹിബ്ബുൽ അതാസ വയക്റഹു തസാഉബ. നോക്കണം നിങ്ങൾ, തുമ്മുക എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്, എന്നാൽ ആവിടുക എന്നതിനെ അള്ളാഹു വെറുക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും തുമ്മിയാൽ ഉടനെ അൽഹംദുലില്ലാ എന്ന് അള്ളാഹുവിനെ സ്തുതിക്കണം. ഇത് കേട്ട ഏതൊരു മുസ്ലിമിനും, അത് പറഞ്ഞ മുസ്ലിമിനോട് യർഹമുക്കുമുല്ലാ എന്ന് പറയണം, അള്ളാഹു നിനക്ക് കാരുണ്യം ചെയ്യട്ടെ. അത് കേട്ടാൽ ആ പറഞ്ഞവന് വേണ്ടി അള്ളാഹു നിന്നെ നേർമാർഗത്തിലാക്കുകയും നിന്റെ കാര്യങ്ങൾ നന്നാക്കി തരികയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണം. സുബ്ഹാനല്ലാഹ്, എത്ര ചെറിയ ഒരു കാര്യമാണ്, വാക്കുകളാണ്. പക്ഷേ മനുഷ്യൻ തമ്മിലുള്ള ഹൃദയങ്ങളെ അൽ മവദ്ദത്തു വൽ മർഹമ, അവന്റെ റഹ്മത്തും മവദ്ദത്തും തമ്മിൽ അവന്റെ ഹൃദയങ്ങളെ അത് കൂട്ടി ഇണക്കുന്നു എന്നതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തൊരു അത്ഭുതമാണത്. നിങ്ങൾ തീരെ അപരിചിതമായ ഒരു നാട്ടിലൂടെ യാത്ര ചെയ്യാൻ, ഒരു ട്രെയിനിലോ കൊറിയ പോലത്തെ മുസ്ലിങ്ങളോ നിങ്ങളുമായി ബന്ധപ്പെട്ടവരോ കൂടുതലൊന്നും കാണാത്തൊരു സ്ഥലത്ത് യാദൃച്ഛികമായി നിങ്ങൾ ഇരിക്കുമ്പോൾ ഒന്ന് തുമ്മിയ ഉടനെ നിങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു. തൊട്ടടുത്തിരുന്ന മനുഷ്യൻ, അതുവരെ നിങ്ങൾക്ക് തീർത്തും അപരിചിതനായ ഒരു മനുഷ്യൻ യർഹമുക്കുല്ലാ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്? എന്തായിരിക്കും നിങ്ങളുടെ ഫീലിംഗ്? നിങ്ങൾ തിരിച്ച് അവനോട് പറയാണ്, യഹ്ദീകുമുല്ലാഹു യുസ്ലിഹു ബാലക്കും. ഇറ്റ് ഓപ്പൺ ദ ആക്സസ്. അത് നിങ്ങൾക്ക് അവരുമായി പരിചയപ്പെടാനുള്ള ഒരു വാതിൽ തുറന്നു തരുന്നു. എന്നിട്ട് റസൂല് പറയാണ്, ആ അക്സസ്, ആ തുമ്മലും ഒക്കെ ഒരിക്കലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവാൻ പാടില്ല. അതും പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഫഖദ് കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അതസ ഗത്താ വജ്ഹഹു ബിയദിഹി ഔ ബിസൗബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുമ്മുകയാണെങ്കിൽ ഒന്നുകിൽ തന്റെ കൈ കൊണ്ട് അല്ലെങ്കിൽ തന്റെ വസ്ത്രം കൊണ്ട് ഇങ്ങനെ പിടിക്കും. എന്തിനാ? മറ്റുള്ളവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ വേണ്ടി. വഗദ്ദ ബിഹാ സൗത, തുമ്മുന്നതിന്റെ ഒച്ച പരമാവധി റസൂൽ കൺട്രോൾ ചെയ്യും. അതേപോലെ തന്നെയാണ് ആദാബു തസാഉബ്, ആവിയിടുക, കോട്ടുവായിടുക. അതിൽ പോലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ മാർഗദർശനം കാണാം. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തസാഉബു മിനശ് ശൈത്താൻ. ആവിയിടുക അല്ലെ നിങ്ങൾ പറയാ കോട്ടുവായിടുക എന്നത് എന്താണ്? അത് പിശാചിൽ നിന്നുള്ളതാണ്. ഫഇദാ തസാഅബ അഹദുകും ഫൽയറുദ്ദുഹു മസ്തതാ. ഒരാൾക്ക് കോട്ടുവായിടാൻ വന്നാൽ പരമാവധി അത് കൺട്രോൾ ചെയ്യണം, അത് പിടിച്ചു വെക്കണം. എന്നിട്ടോ എന്താ കാരണം? ഫഇന്ന അഹദകും ഇദാ ഖാല ഹാ, മനുഷ്യന്മാരെ മുമ്പ് ഹാ എന്നിങ്ങനെ പറഞ്ഞാൽ ലഹിക ശൈത്താൻ. റസൂൽ പറയാണ്, പിശാചിന് ചിരിയാണ്.
അള്ളാഹു ആലം. പിശാചിലേക്ക് അത് ചേർത്തത് കോട്ടുവായി പൊതുവെ എന്താണ്? മടിയുടെയും ഉറക്കച്ചടവിന്റെയും ഒക്കെ ഒരു അടയാളാണ്. അപ്പൊ അതിനെ പരമാവധി കൺട്രോൾ ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒച്ച കുറച്ചു വെക്കണം, അതിനെ തടയാൻ ശ്രമിക്കണം. ഇതേപോലെ തന്നെയാണ് ആദാബുൽ ജുഷാ. സുബ്ഹാനല്ലാഹ്, എന്താ ആദാബുൽ ജുഷാ? നമുക്കൊക്കെ അറിയാം. നമ്മളൊക്കെ വേറെ നിറച്ച് പള്ളിയിലേക്ക് വരും, എന്നിട്ട് ആൾക്കാരെ മുമ്പ് നിന്ന് ഇങ്ങനെ ഒന്ന് ഒച്ച ഉണ്ടാക്കും. അതാ ജുഷ. വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ദഹനക്കേട് കൊണ്ട് പുറത്തേക്ക് വരുന്ന ഗ്യാസിന്റെ പേരാണ് ജുഷ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ കൈവച്ചു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു പറയാണ്, ഇബ്നു ഉമർ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു പറയാണ്, അൻ തജശ്ശഅ റജുലുൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് ഒരു മനുഷ്യൻ ഓ എന്നിങ്ങനെ പറഞ്ഞു. ഫഖാല, അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവനോട് പറഞ്ഞു, കുഫ അന്നാ ജുശാഅക്, നിന്റെ ആ ജുശാ ഞങ്ങളിൽ നിന്ന് മാറ്റിവെക്ക്, തടഞ്ഞു വെക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾ നോക്കണം, അതില്ലാതിരിക്കാനുള്ള വഴി പോലും റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താ? എപ്പോഴാണ് ഉണ്ടാവുക? ആവശ്യത്തിലധികം വയറ് നിറക്കുമ്പോൾ ഉണ്ടാവുക. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, മാ മലാ ആദമിയ്യുൻ വിആശറൻ മിൻ ബതൻ, വയറിനേക്കാളും മോശമായ ഒരു സാധനവും മനുഷ്യൻ നിറച്ചു പിടിക്കുന്നില്ല, ഒരു പാത്രവും ഇല്ല. ബിഹസ്ബി ഇബ്നി ആദം ഉക്ലാത്തിൻ യുഖിംന സുൽബ, ഒരു നട്ടല് നേരെ നിവർത്തി നിൽക്കാൻ മാത്രം മതി ഒരു മനുഷ്യന്. ഫഇൻ കാന ലാ മഹാല, ഇനി തിന്നേ പറ്റുന്നാണെങ്കിലോ, ഫസുലുസുൻ ലിതആമിഹി വസുലുസുൻ ലിശറാബിഹി വസുലുസുൻ ലിനഫ്സി, 1/3 ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും 1/3 വായുവിനും എയറിനും കൊടുത്താൽ മതി എന്ന് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ സഹോദരന്മാരെ, ഇതുപോലെ എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹുവിൻ്റെ ദീൻ ചെറുതും വലുതുമായ മേഖലകളിൽ നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ പ്രൈവറ്റ് ലൈഫ്, നമ്മുടെ സോഷ്യൽ ലൈഫ്, നമ്മുടെ ഫാമിലി ലൈഫ് ഇന്റർഗ്രേറ്റഡ് ആയിട്ട് നമ്മൾ ആരായി മാറുന്നു? ഒരു പൂർണ്ണ മനുഷ്യനായി മാറുന്നു. ഇൻസാനും മുതകാമിൽ. അതാണ് ദീൻ. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അറിഞ്ഞും അംഗീകരിച്ചും അനുധാവനം ചെയ്ത് മുസ്ലിമും മുഅ്മിനും മുത്തഖിയുമായി ജീവിച്ച് മരിക്കാൻ നിരന്തരം പഠിക്കണം, പരിശ്രമിക്കുകയും അതിൻ്റെ തൗഫീഖിനായി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ സ്വന്തം വീടുകളിൽ പോലും പൊതു ഇടങ്ങളിൽ പോലും ഈ അദബുകളൊക്കെ പാലിക്കണമെങ്കിൽ അത് ഏറ്റവും കൂടുതൽ അർഹതപ്പെട്ട സ്ഥലം പള്ളിയാണ്. പള്ളി അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടതാണ്. പള്ളികളിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഒച്ചപ്പാടുണ്ടാക്കുക, ഖുർആൻ ഓതി ഒച്ചയുണ്ടാക്കി മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് പോലും വിലക്കപ്പെട്ട സ്ഥലമാണ് പള്ളി. അപ്പൊ പള്ളിയിലുള്ള ഈ കൊരയും ചോമയും ആവിടലും വർത്തമാനങ്ങളും ഒക്കെ എത്ര ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ സഹാബികള് ഉറക്ക ഓതുന്നത് കേട്ടപ്പോ, പ്രാർത്ഥനയും ഓത്തൊക്കെ കേട്ടപ്പോ അദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് ആളുകളോട് പറയാണ്, അൻ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഇന്ന കുല്ലുക്കും മുനാജിൻ റബ്ബഹു ഫലാ യുദീന ബഅദുക്കും ബഅദ. നിങ്ങളൊക്കെ നിങ്ങളെ റബ്ബിനോടാണ് സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കരുത്. വലാ യർഫഉ ബഅദുക്കും അലാ ബഅദിൻ ഫിൽ ഖിറാഅ. ഖുർആനോത്തിൽ നിങ്ങൾ ചിലരേക്കാൾ ഒച്ച കൂട്ടാൻ പാടില്ല, അത് ഡിസ്റ്റർബ് ആകും. അപ്പം ബാക്കിയുള്ള കാര്യോ? കാരണം എന്താ? പള്ളിയെ കുറിച്ച് അള്ളാഹു എന്താ പറഞ്ഞത്? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹി ഇസ്മഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ. അവിടെ അള്ളാഹുവിന്റെ തസ്ബീഹും തഹ്ലീലും ഒക്കെ ചൊല്ലി ആരാധിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, അവരെല്ലാ തിരക്കുകളും ഒഴിവാക്കി വന്നവരാ. റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാ. അപ്പൊ ആ ഒരു പള്ളിയെ ഇതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കണം. ഏതുവരെ? സംസാരിക്കുക. ഉമർ റളിയല്ലാഹുവിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് 2 ആളുകൾ പള്ളിയിൽ നിന്ന് ഉമർ റളിയല്ലാഹു വരുമ്പോൾ മദീന പള്ളിയിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പൊ ദൂരത്ത് അങ്ങനെ സംസാരിക്കുന്നു, വർത്താനം പറഞ്ഞു. അപ്പോ
പിന്നെ സായിബ് ബിൻ യസീദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് 2 ആളുകൾ ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ടു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ആ 2 ചങ്ങായിമാരെ കൂടി കൂട്ടിക്കൊണ്ടാണ്. അങ്ങനെ ഞാൻ അയാളെ അതുവരെ 2 ആളെയും വിളിച്ച് അമീറുൽ മുഅ്മിനീനായ ഉമർ റളിയല്ലാഹു അൻഹു മുമ്പ് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ചോദിച്ചു, മിൻ ഐന അൻതുമാ, നിങ്ങൾ 2 ആളും എവിടുത്തുകാരാ? അവൻ പറഞ്ഞു, മിന തായിഫ്, ഞങ്ങൾ തായിഫുകാരാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ലൗ കുൻതുമാ മിൻ അഹ്ലിൽ ബലദി ലഔജഅതുകുമാ, നിങ്ങൾ ഈ നാട്ടുകാരനായിരുന്നെങ്കിലേ ഞാൻ നിങ്ങളെ ഇപ്പൊ ശിക്ഷിച്ചേനെ. തർഫആനി അസ്വാതുകുമാ ഫീ മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിന്റെ റസൂലിന്റെ പള്ളിയിൽ നിന്ന് നിങ്ങൾ ഒച്ച ഉണ്ടാക്കുകയാണോ? അപ്പൊ സഹോദരന്മാരെ, ഇങ്ങനെ എല്ലാ വിഷയത്തിലും അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്ന മര്യാദകളൊക്കെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇതൊക്കെയാണ് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ മുസ്ലിം. അതാണ് ആരാണ് ഇന്നത്തെ ഒരു ട്രെൻഡ് എന്താ? അഹമ്മദ് അവൻ നല്ല മുസ്ലിമാണ്, കാരണം ഓനെ എനിക്കറിയാം, പക്ഷെ ഇസ്ലാം മോശ. അതെവിടുന്നാണ്? ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഇസ്ലാമോഫോബിയയിൽ നിന്ന് കിട്ടുന്നതാ. പക്ഷേ നമ്മളെ പരിചയമുള്ളവൻ ഇസ്ലാമിനെ വായിക്കുന്ന ഏറ്റവും വലിയ പുസ്തകം അക്ബറു കിതാബിൻ യഖ്റഉ ഗൈറൽ മുസ്ലിം അനിൽ ഇസ്ലാം ഹുവ കിതാബു മുസ്ലിം. മുസ്ലിം എന്ന പുസ്തകമാണ്, നീ എന്ന പുസ്തകമാണ്. കിതാബു അൻത, നീയാകുന്ന ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഇസ്ലാമിന്റെ സർവ്വ വെളിച്ചവും പ്രകാശിപ്പിച്ചു നിർത്താൻ പരിശ്രമിക്കുന്നവനായിരിക്കണം മുഅ്മിൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്